പുതിയൊരു വർഷത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങും. എൻ്റെ പേര് ജ്യോതികുമാർ എന്നാണ്. എറണാകുളം ജില്ല വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ പ്രസിഡന്റാണ്. സംസ്ഥാന വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ ന്യൂ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു സമ്മേളനത്തിന് വേണ്ടിയാണ് നമ്മളിന്ന് കൂട്ടിയിരിക്കുന്നത്. അതിൽ നമ്മുടെ എല്ലാ വിശ്വകർമ്മരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ ക്ഷണിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള സ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതി വിശദ വിവരങ്ങൾ വിവരിക്കുന്നതിനായിട്ട് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനവും പുതുവത്സരാശംസകൾ നേരുകയാണ്. ഭാരതത്തിൽ സനാതനധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ഇന്ന് കാണുന്ന ഭാരതീയമായ എല്ലാ സംസ്കൃതികളുടെയും ഉറവിടമെന്ന് വിശ്വസിക്കാനും ധൈര്യമായി അതുതന്നെയാണ് സത്യമെന്ന് പറയാനും കഴിയുന്ന ഒരു സമൂഹമാണ് വിശ്വകർമ്മ അതല്ലെങ്കിൽ വിശ്വബ്രാഹ്മണ സമൂഹം. കേരളത്തിൽ 45 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമൂഹം വിവിധ സംഘടനകളായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും സമൂഹത്തിൽ നിൽക്കുന്ന വിശ്വകർമ്മർക്ക് വേണ്ടിയുമൊക്കെ ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ വിശ്വകർമ്മ സംഘടനകളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി ഈ വിശ്വകർമ്മ സമൂഹത്തിന് മുഴുവൻ ആ സമൂഹത്തിലൂടെ രാജ്യത്തുള്ള മുഴുവൻ സമുദായങ്ങൾക്കും ക്ഷേമവും ഐശ്വര്യവും ഐക്യവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പീഠമാണ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠം. ആ പീഠത്തിൻ്റെ ഒരു സമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി. തനതായ പാരമ്പര്യ കലകളെ സംരക്ഷിക്കാനും ആ പാരമ്പര്യ കലകളെയും കുലത്തൊഴിലിനെയും വിശ്വബ്രഹ്മ സമൂഹം വിശ്വകർമ്മ സമൂഹം അവർക്ക് അവകാശമായിട്ടുള്ള അധികാരമായിട്ടുള്ള പരമ്പരാഗതമായ സ്ഥാനങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കോട്ടയം ജില്ലയിൽ സംസ്ഥാനത്തിനൊട്ടാകെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമെന്നോണം നമ്മൾ 7.5 ഏക്കർ സ്ഥലം വാങ്ങുവാനായി അതിൻ്റെ ഉടമ്പടിയും പേപ്പർ കാര്യങ്ങളെല്ലാം നീക്കി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു വലിയ പദ്ധതികൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇതുവരെയും നമ്മുടെ ഭാരതത്തിൽ ഒരു സ്ഥലത്തും സ്ഥാപിച്ചിട്ടില്ലാത്ത വിധം വിശ്വകർമ്മ സമൂഹത്തിലൂടെ ഭാരതത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സമുദായങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണ്. 7.5 ഏക്കർ മാത്രമല്ല, അതിനോടൊപ്പം കൂടുതൽ സ്ഥലം നമുക്ക് അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തുടക്കമെന്നോണം ഇതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ രൂപരേഖ അത് രൂപീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ വിശ്വകർമ്മ സമുദായ സംഘടനകളുടെ നേതാക്കളെയും അതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആചാര്യന്മാരെയും PM വിശ്വകർമ്മയടക്കമുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ആചാര്യന്മാരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കോട്ടയം തിരുനക്കര വിശ്വഹിന്ദു പരിഷത്ത് ഹാളിൽ ഈ ജനുവരി 4-ാം തീയതി നടക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്, ഒരു മീറ്റിംഗ്. അതിൽ വെച്ച് പ്രൊജക്റ്റിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നടത്തുന്ന പദ്ധതികളൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ പദ്ധതി സമൂഹത്തിലേക്കൊന്ന് എത്തിക്കാനും ഒരുപാട് നല്ല നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാൻ കഴിയുന്ന ഈ സമൂഹത്തിലെ എല്ലാ ആളുകളെയും വിശ്വകർമ്മ സമൂഹത്തിലെ ആളുകളെയും ആ പരിപാടിയിലേക്ക് ജനശ്രദ്ധ കൊടുത്തുകൊണ്ട് പങ്കെടുപ്പിക്കാൻ അവരെ ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഈ സഹായം മാധ്യമങ്ങളിലൂടെ അതൊന്ന് പ്രസിദ്ധീകരിച്ച് അതിനെ കൊണ്ടുവരാനായി സഹകരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വാർത്ത ഇങ്ങനെ നടക്കുന്ന ഈ ഒരു വിഷയം ഒരു വലിയൊരു തലക്കെട്ടോടുകൂടി നല്ല രീതിയിൽ അതൊന്ന് പ്രസിദ്ധീകരിച്ച് കണ്ട് ആ വാർത്ത സമൂഹത്തിലേക്ക് എത്തിച്ച് സാമുദായിക ഐക്യമുണ്ടാക്കി സമൂഹത്തിൽ നന്മയുണ്ടാവട്ടെ എന്ന
ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ സന്ദേശം പ്രചരിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ഇതിൻ്റെ ഒരു വിഷയം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ആസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് പെരിയമ്പലം കൃഷ്ണാനന്ദ സിദ്ധവേദ ആശ്രമത്തിലാണ്. ഞാനാണ് ആ ആശ്രമത്തിൻ്റെ മഠാധിപതി. ഒരു അവധൂത സിദ്ധാശ്രമമാണ്. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠത്തിൻ്റെ ഇതാണ്. ആദിശങ്കര അദ്വൈത അഖാഡ എന്ന നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ച, അതിനു മുമ്പ് ഒരിക്കൽ ഞങ്ങളിവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇതുപോലെ ഇതേ ദിവസം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, 1-ാം തീയതിയോ 3-ാം തീയതിയോ എന്തോ ആണ്, നമ്മളൊരു കുംഭമേള തിരുവില്ലാമലയിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ ആ അഖാഡയാണ് ഈ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠത്തിൻ്റെ മൂലസ്ഥാനം. എന്തെങ്കിലും പത്രസമ്മേളനത്തിൽ ഇവിടത്തെ വല്ലാണോ അതോ ഇപ്പൊ പങ്കെടുക്കുന്നത് നമ്മുടെ ജ്യോതികുമാർ ബാലകൃഷ്ണാചാരി, ഗുരുവായൂർ. ഇദ്ദേഹം വിശ്വകർമ്മദേവന്റെ ഒരു വലിയ ശില്പം വെങ്കലത്തിൽ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രയത്നം തുടങ്ങിയിരിക്കുന്ന ഒരാളാണ്. അതുപോലെ രവി കണ്ണകുളങ്ങര എഞ്ചിനീയർ, രവി കണ്ണകുളങ്ങര, തൃശ്ശൂർ ജില്ലയിൽ പ്രേമൻചിയാരത്ത്, വിശ്വകർമ്മ ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി പ്രേമൻചിയാരത്ത്. വിശ്വകർമ്മ സമൂഹത്തെ ഒന്നിക്കുന്നതിന് വേണ്ടി എല്ലാ സമുദായങ്ങളും ഒന്നിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് വിശ്വകർമ്മ ഐക്യവേദി. അപ്പോൾ ഇത് സമുദായ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 7.5 ഏക്കർ പ്ലോട്ട് അവിടെ ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വകർമ്മ സമുദായത്തിന് എന്തൊക്കെ നമുക്ക് അതിൻ്റെ ഹബ്ബാക്കി പ്രവർത്തിക്കാൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളത് കൂട്ടായ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ആ ഉന്നമനം കണക്കിലെടുത്തിട്ട് സനാതനധർമ്മമായാലും ശരി, വിദ്യാഭ്യാസ മേഖലയായാലും ശരി, ആശ്രമമായാലും ഇതൊക്കെ ഇതിനെ ക്രോഡീകരിച്ച് ആ സംരംഭം ഒരു വൻ വിജയമാക്കാനും അതിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ PM വിശ്വകർമ്മയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കൂട്ടായ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ എത്തിത്തീരാനും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ കുടില് തൊട്ട് കൊട്ടാരം വരെ ചെയ്തു തീർക്കുന്ന വിശ്വകർമ്മ സമൂഹം ഇന്നോളം ഈ ഗവൺമെന്റിന്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു സഹായവും നമുക്ക് ലഭിക്കാത്ത ഒരു സമൂഹമായിട്ട് മാറി. എന്നാൽ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വകർമ്മയിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അതിനെ തിരിച്ചറിയണം ഈ സമൂഹം എന്നുള്ളതും കൂടി ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തനം. അത് കാരണം ഈ വിശ്വകർമ്മ സമൂഹത്തിൽ ഏതെല്ലാം സംഘടനകൾ അതിന്റെ പ്രതിനിധികളായാലും കൂട്ടായ്മയായാലും എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിച്ച് ഒരു കൂട്ടായ പുതിയ ഒരു പ്രവർത്തന സംഘടിപ്പിക്കുന്ന നല്ല നിർദ്ദേശങ്ങളും അതിന്റെ പ്രവർത്തന രംഗത്തേക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നമാണ്. അത് സാക്ഷാത്കരിക്കണം. എല്ലാ സംഘടനകൾ എല്ലാവരും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പത്രസമ്മേളനത്തിലൂടെ അന്നത്തെ ഒരു വിഷയം നമ്മൾ വേറൊരു രീതിയിലും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ഒരു സെക്ഷനിൽ കേരളത്തിൽ ആദ്യ മന്ത്രിസഭയിൽ ഭരണപക്ഷത്ത് അതുപോലെ പ്രതിപക്ഷത്താണെങ്കിലും 5 വിശ്വകർമ്മർ അവിടെ MLA-മാരായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഈ 13-14 തെരഞ്ഞെടുപ്പുകളിലും ഒരാളെ പോലും മത്സരിപ്പിക്കാനോ MLA സ്ഥാനത്ത് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാനോ സാധിച്ചിട്ടില്ല. 45 ലക്ഷത്തോളം വരുന്ന 3ാമത്തെ വിഭാഗമായി ഹിന്ദു സമുദായ സംഘടനകളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ നിൽക്കുന്ന വിശ്വകർമ്മർ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ജയിക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിക്കാനും അവരെ വിജയിപ്പിക്കാനും ശ്രമിക്കണം. ഇത്തവണ ഞങ്ങൾ ഇതുപോലൊരു പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ട സ്ഥിതി അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റുകളിൽ 300ഓളം സീറ്റുകളിൽ മത്സരിപ്പിക്കുകയും 100നോടടുത്ത സീറ്റുകളിൽ വിശ്വകർമ്മരായിട്ടുള്ളവർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ലാ പ്രസിഡന്റുമാരായി വിശ്വകർമ്മരായിട്ടുള്ളവർ ഇപ്പോൾ ഓരോ സ്ഥാനങ്ങളിൽ നിയുക്തരായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഈ വിശ്വകർമ്മരെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരുടെ കഴിവുകളെ ഒന്ന് വിനിയോഗിക്കാൻ ഈ സംഘടനകൾ ശ്രദ്ധയിൽ അത് പെടുത്തണം എന്നുള്ളത് കൂടി നമ്മൾ കണ്ടുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം കൂടി സമുദായ സംഘടനകൾ എല്ലാവരും അന്നത്തെ ആ കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നതാണ്.